നമുക്ക് മഗ്ഫിറത്ത് നൽകാമെന്നല്ലേ അല്ലാഹുവിന്റെ ഹബീബായ തങ്ങൾ ഓഫർ ചെയ്തത്. നിങ്ങൾ കേട്ടില്ലേ? മൻ സാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. പരിശുദ്ധ റമളാനിൽ ഒരാൾ നോമ്പെടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാ നോമ്പെടുക്കേണ്ടതെന്നറിയുമോ? ഈമാനുള്ളവനായിട്ട് വിശ്വാസമുറച്ചവനായ നിലയ്ക്ക് എനിക്ക് കൂലി എന്റെ റബ്ബ് നൽകുമെന്ന പ്രതീക്ഷയിൽ ഒരാൾ നോമ്പെടുത്തു കഴിഞ്ഞാൽ, അവിടെ പറഞ്ഞ ഓഫറാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പാപമോചനം തരാം. നീ നോമ്പെടുത്താൽ നിന്റെ ദോഷങ്ങളെ മുഴുവൻ പുറത്തു തരാമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കാണ്, നിർത്തിയിട്ടില്ല. മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. തറാവീഹ് നിസ്കരിച്ചാൽ നോമ്പെടുത്ത് പകൽ വളരെ വിഷമത്തിലാണ്, ക്ഷീണത്തിലാണ്, ഈ കഠിനമായ ചൂടിന്റെ കിടക്കും വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് നോമ്പെടുത്താൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, ദോഷങ്ങളെ പുറത്തു തരാം. ഇനി രാത്രിയോ തറാവീഹ് നിസ്കരിച്ചാൽ, ഖിയാമുൽ ലൈൽ നിസ്കരിച്ചാൽ അവിടെയും അല്ലാഹുവിന്റെ ഹബീബായ തങ്ങൾ പറയുന്ന ഓഫർ കണ്ടോ? ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. അവിടെയും അല്ലാഹുവിന്റെ ഹബീബായ തങ്ങൾ പറയാണ്, നിങ്ങൾക്ക് മഗ്ഫിറത്ത് തരാം. നിങ്ങൾ തറാവീഹ് നിസ്കരിച്ചാൽ, നിങ്ങൾക്ക് കൂലി പ്രതീക്ഷിച്ചവനായ നിലയ്ക്ക്, വിശ്വാസമുള്ളവനായ നിലയ്ക്ക് തറാവീഹ് നിസ്കരിച്ചാൽ നിങ്ങൾക്ക് ദോഷം പുറത്തു തരാം. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് രൂപത്തിലാ ദോഷം പുറത്തു തരാന്നറിയോ? കയൗമ വലദത് ഉമ്മുഹു. ഒരു മനുഷ്യൻ ഈ ലോകത്തേക്ക് പിറന്നു വീഴുന്ന സമയത്ത് അവന്റെ ഹൃദയം ഏത് രൂപത്തിൽ ശുദ്ധമാണോ ആ രൂപത്തിൽ നിങ്ങൾ ഹൃദയത്തിനെ മാറ്റിത്തരാൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, നിർത്തിയിട്ടില്ല. അല്ലാഹുവിന്റെ ഹബീബായ തങ്ങൾ പറയുന്നു, മൻ ഫത്തറ ഫീഹി സായിമൻ കാന മഗ്ഫിറതൻ ലിദുനൂബിഹി. ആരെങ്കിലും ഒരാൾ നോമ്പ് തുറപ്പിച്ചു കഴിഞ്ഞാൽ അവനക്കും മഗ്ഫിറത്ത് തരാൻ, വഇതഖ റഖബതിഹി മിനന്നാർ, അവനക്ക് നരകമോചനം തരാൻ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, നോമ്പ് തുറപ്പിക്കുക. അതൊന്നായിട്ട് നമ്മൾ ഭക്ഷണം കൊടുക്കണമെന്നല്ല അല്ലാഹുവിന്റെ ഹബീബായ തങ്ങൾ പറഞ്ഞത്. ഒരിറക്ക് വെള്ളം കൊടുത്തുകൊണ്ട്, ഒരിറക്ക് പാല് കൊടുത്തുകൊണ്ട്, ഒരു ചെറിയ കഷ്ണം ഈത്തപ്പഴം കൊടുത്തുകൊണ്ട് നോമ്പ് തുറപ്പിച്ചാൽ മഗ്ഫിറതൻ ലിദുനൂബിഹി വഇതഖ റഖബതിഹി, ദോഷം പൊറുക്കാം, അല്ലാഹു നരകത്തെ തൊട്ട് ഇത്ഖ് നൽകാം. നിർത്തിയില്ല. അല്ലാഹുവിന്റെ ഹബീബായ തങ്ങൾ പറയാണ്, മൻ ഖഫഫ അൻ മംലൂകിഹി ഗഫറല്ലാഹു ലഹു വഅതഖഹു മിനന്നാർ. ബിസിനസ്സുകാരുണ്ടാകും, കച്ചവടക്കാരുണ്ടാകും, മേലുദ്യോഗസ്ഥന്മാരുണ്ടാകും. അവരുടെ താഴെയുള്ള ആളുകൾക്ക്, അവരുടെ കീഴിൽ ജോലി ചെയ്യുന്നവർക്ക് അവരോട് നല്ല രൂപത്തിൽ പെരുമാറിയാൽ, അവരോട് കാരുണ്യം കാണിച്ചാൽ, അവരോട് നല്ല നിലക്ക് വർത്തിച്ചു കഴിഞ്ഞാൽ അവന്റെ ദോഷങ്ങൾ റബ്ബ് പുറത്തു കൊടുക്കുന്നതാണ്. നരകത്തിൽ തൊട്ട് മോചനം നൽകുകയാണ്. നിർത്തിയിട്ടില്ല. അല്ലാഹുവിന്റെ ഹബീബായ തങ്ങൾ പറഞ്ഞു, ദാക്കിറുല്ലാഹ ഫീ റമളാൻ മഗ്ഫൂറുൻ ലഹു. ദിക്റ് ചൊല്ലാറില്ലേ? നമ്മൾ ദിക്റ് ചൊല്ലാറുണ്ട്. ഒരാൾ റമളാനിൽ ദിക്റ് ചൊല്ലിയാൽ അവന്റെ ദോഷങ്ങളെ പുറത്തു കൊടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇങ്ങനെ നീണ്ട ഹദീസുകളുടെ നിരകൾ അല്ലാഹുവിന്റെ ഹബീബായ തങ്ങൾ പറഞ്ഞു വെക്കുകയാണ്. നമ്മളൊക്കെ നിസ്കരിച്ചവരാണ്, നിസ്കരിക്കാൻ നമ്മൾ വുളു എടുത്തവരാണ്. വുളു എടുക്കുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബായ തങ്ങൾ പറയുന്നു, നിങ്ങൾ വുളു എടുക്കുമ്പോൾ കൈകൾ കഴുകുമ്പോൾ കൈകൊണ്ട് ചെയ്ത ദോഷങ്ങൾ പുറത്തു വരികയാണ്. ഓരോ അവയവങ്ങളും കഴുകിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് കൊണ്ട്, ഓരോ അവയവങ്ങളിൽ നിന്നും വെള്ളം വിറ്റ് വീഴുന്നതിനനുസരിച്ച് കൊണ്ട് നിങ്ങളുടെ ദോഷങ്ങൾ അല്ലാഹു ഒഴുക്കിക്കളയുകയാണ്. നിങ്ങൾക്ക് അല്ലാഹു പുറത്തു തരുന്നതെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. റമളാൻ വരുമ്പോഴേ നമുക്ക് മഗ്ഫിറത്തുമായിട്ടാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. അല്ലാഹുവിന്റെ ഹബീബായ തങ്ങൾ പറഞ്ഞു, റമളാനു ഇലാ റമളാൻ, ഒരു റമളാൻ മുതൽ അടുത്ത റമളാൻ നമ്മിലേക്ക് കടന്നു വരുമ്പോ ഈ റമളാനിലെ ഒന്നാമത്തെ ദിവസം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരലോടുകൂടെ നമ്മളെ ദോഷങ്ങളെ മുഴുവനെ പുറത്തു തന്നിരിക്കുകയാണ്. അല്ലാഹ് കബൂലാക്കട്ടെ, അല്ലാഹ് സ്വീകരിക്കട്ടെ. ആരെങ്കിലും റമളാനിന്റെ വരവിൽ സന്തോഷിച്ചാലോ, ഹറമല്ലാഹു ജസദഹു അലൻ നീറാൻ. വരലോട് ദോഷം പുറത്തു കൊടുക്കുന്നു. വരുന്നത് സന്തോഷം ഉണ്ടായാലോ അവൻ അല്ലാഹു നരകത്തെ തൊട്ട് ഹറാമാക്കി. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി നിസ്കരിക്കാൻ നിന്നാലോ, അസ്സലാത്തു ഇലസ്സലാത്തിൽ ഖംസി, ഒരു നിസ്കാരം മുതൽ അടുത്ത നിസ്കാരം വരെ നിനക്ക് മഗ്ഫിറത്താണ്, ദോഷം പൊറുക്കാൻ കാരണമാണ്. ഒരു നിസ്കാരം മുതൽ അടുത്ത നിസ്കാരം വരെയുള്ള സമയത്തിൽ നീ ചെയ്ത തെറ്റ് രണ്ടാമത്തെ നിസ്കാരം കൊണ്ട് അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇങ്ങനെ വിശാലമായി അല്ലാഹുവിന്റെ ഹബീബായ തങ്ങൾ പറയാണ്, നമ്മളൊക്കെ ജമാഅത്ത് കഴിഞ്ഞു